കേരളത്തിൽ മോഡിഫിക്കേഷൻ തിരിച്ചു വരാൻ പോകുന്നു എന്നുള്ള വലിയ രീതിയിലുള്ള പ്രചരണങ്ങൾ നടക്കുന്നുണ്ട്. UDFന്റെ മാനിഫെസ്റ്റോയിൽ ഉണ്ട് എന്ന് കഴിഞ്ഞ ദിവസം VD സതീശൻ പറഞ്ഞത് വലിയ രീതിയിൽ തരംഗമാവുകയാണ്. പിള്ളേരല്ലേ, അവർ ചെയ്യട്ടെ, അപകടമുണ്ടാകാത്ത രീതിയിൽ ചെയ്താൽ മതി എന്ന് പറയുന്ന VD സതീശന്റെ ബൈറ്റ് കേരളത്തിൽ മുഴുവൻ തരംഗമാകുകയാണ്. യഥാർത്ഥത്തിൽ UDF അധികാരത്തിൽ വന്നു കഴിഞ്ഞാൽ അങ്ങനെ സംഭവിക്കുമോ? തീർച്ചയായും. ഈ ഒന്നാമത്തെ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ രാഹുലെ, ഈ മോഡിഫിക്കേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ വാഹനങ്ങൾ വലിയ എക്സോസ്റ്റ് പോലെ സംഭവങ്ങൾ കൊടുത്തു, അതുപോലെ തന്നെ വലിയ ഷോക്കുകളൊക്കെ കൊടുത്ത് വാഹനത്തിൻ്റെ ഉയരം വർദ്ധിപ്പിച്ച് റോഡിലൂടെ മോൺസ്റ്റർ ട്രക്കുകൾ കൊണ്ടു നടക്കുന്ന പോലെയുള്ള ചില മോഡിഫിക്കേഷൻസ് ഉണ്ട്. അതൊക്കെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അപകടകരമാണ്. കാരണം ഒരു വണ്ടിയുടെ സ്വാഭാവികമായിട്ടുള്ള അതിൻ്റെ ഷോക്കിംഗ് സിസ്റ്റം, ഷോക്ക് അബ്സോർബർ സിസ്റ്റം ഒക്കെ മാറ്റി കഴിയുമ്പോഴേക്കും മറിയുവാനും അങ്ങനെയുള്ള സാധ്യതകളൊക്കെ ഉണ്ട്. അതല്ലാതെ ചെറിയ രീതിയിലുള്ള മോഡിഫിക്കേഷൻസ് ഉണ്ട്. തങ്ങൾക്ക് ഇഷ്ടമുള്ള നിറം അടിക്കുക, വാഹനത്തിൽ തങ്ങൾക്ക് ഇഷ്ടമുള്ള നിറം അടിക്കുക, സ്റ്റിക്കറുകൾ പതിപ്പിക്കുക, ഇതൊന്നും വണ്ടിയുടെ സ്വാഭാവികമായ രീതിയെ മാറ്റുന്നതല്ല. അതുപോലെ തന്നെ എന്താ പറയുന്നത്, സൗണ്ടിൽ ചെറിയ എന്ന് വെച്ചാൽ കാതടപ്പിക്കുന്ന ഭീകര ശബ്ദങ്ങളല്ല, ചെറിയ ശബ്ദ വ്യത്യാസങ്ങൾ വരുത്തുക, കുറച്ചുകൂടി ഒരു മുരൾച്ച വേണം എന്ന് വെച്ചാൽ ജനങ്ങൾക്ക് ഉപദ്രവമില്ലാത്ത രീതിയിലുള്ള മുരൾച്ച വേണം, അങ്ങനെയുള്ള ചില സൗണ്ടുകൾ കയറ്റുക, വാഹനത്തിനുള്ളിൽ സ്പീക്കർ സിസ്റ്റങ്ങൾ ചെയ്യുക, പുറത്തേക്ക് ശബ്ദം വരാത്ത രീതിയിൽ വാഹനത്തിനുള്ളിൽ നിൽക്കുന്ന രീതിയിലുള്ള ഈ ഓഡിയോ സിസ്റ്റംസ്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എന്ന് പറഞ്ഞാൽ ജനദ്രോഹപരമായ നടപടികളൊന്നുമല്ല. ഇവിടെ നിരോധിക്കേണ്ടതെന്ന് പറഞ്ഞാൽ കണ്ണിലേക്ക് ഇടിച്ചു കയറുന്ന ലൈറ്റ്, ഈ LED ലൈറ്റുകൾ ഇപ്പോഴത്തേത് ഭയങ്കരമായിട്ട് കണ്ണുകളിലേക്ക് ഇടിച്ചു കയറുന്ന രീതിയിലുള്ള ലൈറ്റുകളുണ്ട്. അത്തരത്തിലുള്ള ലൈറ്റുകൾ, അതുപോലെ തന്നെ ഞാൻ ഇന്ന് മുൻപ് പറഞ്ഞ പോലെ മോൺസ്റ്റർ രീതിയിലുള്ള വാഹനങ്ങളെ മോഡിഫിക്കേഷൻ, ഇതൊക്കെ നിരോധിച്ചിട്ട് നല്ല ഭംഗിക്ക് വാഹനങ്ങൾ കൊണ്ടുനടക്കുന്ന ചില മോഡിഫിക്കേഷനുകളുണ്ട്. കണ്ടു കഴിഞ്ഞാൽ കൊതിയാകുന്ന രീതിയിൽ, വണ്ടി നമ്മൾ നോക്കി നിന്ന് പോകുന്ന രീതിയിൽ വണ്ടിയുടെ സ്വാഭാവികത നിലനിർത്തിക്കൊണ്ട് തന്നെ ആ ടയറിൻ്റെ വലിപ്പവും അതുപോലെ തന്നെ വണ്ടിയുടെ ഉയരവും ഒക്കെ കൃത്യമായി നിലനിർത്തിക്കൊണ്ട് തന്നെ പെയിന്റിലൂടെയും സ്റ്റിക്കറിലൂടെയും വണ്ടിയെ ഭംഗിയാക്കി മാറ്റുന്ന ചില രീതികളുണ്ട്. ഈ ടയറിന്റെ അലോയ് ഒക്കെ വെക്കുന്നത് അതിന്റെ ഭാഗമാണ്. അലോയ് വീല് എന്ന് പറയുന്നത് ഇപ്പോൾ ഓൾറെഡി പുതിയ വാഹനങ്ങളിൽ വരുന്നുണ്ട്. ഈ 10 ഇഞ്ച് ടയറിന് 10 ഇഞ്ച് അലോയ് വീല് തന്നെ വരും. അതങ്ങനെ അല്ലാതെ പുറത്തേക്ക് തള്ളി നിൽക്കുന്ന അലോയ് വീലിന് വേണ്ടി അത് പക്ഷെ വണ്ടിയുടെ സ്വാഭാവികത മാറുന്നില്ല. ഇപ്പം 10 ഇഞ്ച് എന്നുള്ളത് 12-ന്റെ ടയർ ആക്കുന്നു, 12-ന്റെ അലോയ് ഇടുന്നു, അപ്പോൾ ലേശം പുറത്തേക്ക് തള്ളി നിൽക്കും. അപ്പോൾ അതിന് വേണ്ടി ടയർ ഫെൻഡറിങ്ങുകൾ ഫിറ്റ് ചെയ്ത് വാഹനത്തെ ഭംഗിയാക്കും. അത് പിടിക്കാൻ വേണ്ടി സ്കെയിലും കൊണ്ട് നടക്കുന്ന MVD ആണ് നമുക്കിവിടെ ഉള്ളത്. അത് അളക്കാനായിട്ട്, പുറത്തോട്ട് എത്ര ഇഞ്ച് തള്ളി നിപ്പുണ്ടെന്ന് അളക്കാനായിട്ട്. ഇതൊക്കെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് വാഹനങ്ങളെ പിടിച്ച് പെറ്റിയിടുമ്പോൾ വാഹനങ്ങളെ ഡ്രൈവർമാരെ ഉപദ്രവിക്കും. ഇവർ ചിന്തിക്കേണ്ട ഒരു കാര്യമുണ്ട്. ഇതുപോലെ വലിയ ടയറും ഇതുപോലെ തന്നെ ഈ പറയുന്ന സ്നോർക്കലും അതുപോലെ തന്നെ എക്സോസ്റ്റും ഒക്കെ ഫിറ്റ് ചെയ്തിട്ടുള്ള വാഹനങ്ങൾ തന്നെയാണ് 2018 പ്രളയ സമയത്തും ഈ മുണ്ടക്കൈ ചൂരൽമലയിൽ നടന്നിട്ടുള്ള ഈ ഉരുളുപൊട്ടൽ സമയത്തും ഒക്കെ രക്ഷാപ്രവർത്തനത്തിനായിട്ട് മുന്നോട്ടിറങ്ങി വന്ന ഇത്തരത്തിലുള്ള വാഹനങ്ങളാണ്. അന്ന് ഈ വാഹനങ്ങളെ വേണമായിരുന്നു. ഈ വാഹനങ്ങളെ പൊക്കി പിടിച്ചുകൊണ്ട് നടന്നു. അതുപോലെ തന്നെ ഈ മുണ്ടക്കൈ ചൂരൽമല വിഷയം നടക്കുന്നതിന് മുൻപ് നടന്നിട്ടുള്ള വെള്ളപ്പൊക്കം നമ്മൾ തന്നെ കണ്ടതാണ്. ഒരു ബൊലേറോ ജീപ്പ് ഒരു വൃദ്ധനെ അതിൻ്റെ ബോണറ്റിൽ ഇരുത്തി സഹായിച്ചുകൊണ്ട് വരുന്നത്, വാഹനത്തിനുള്ളിൽ ഡ്രൈവറുടെ കഴുത്തൊപ്പം വെള്ളമാണ്. അങ്ങനെയുള്ള വാഹനങ്ങൾ പോകുമ്പോൾ സാധാരണ നമുക്കറിയാം വെള്ളത്തിലിറങ്ങിയ ഒരു വാഹനത്തിന് കംപ്ലൈൻറ്റ് വരും. അങ്ങനെ കംപ്ലൈൻറ്റ് വരാതിരിക്കുവാനാണ് അവർ ഈ സ്നോർക്കൽ ഫിറ്റ് ചെയ്യുന്നത്. അകത്ത് വരുന്ന വെള്ളത്തെ വലിച്ച് പുറത്തേക്ക് വരുന്ന സ്നോർക്കൽ സിസ്റ്റം ഫിറ്റ് ചെയ്തിട്ടുള്ള ഒരു വണ്ടിയാണത്, ആ ബൊലേറോ. ഇതെല്ലാം കഴിഞ്ഞതിന് ശേഷം ഇതേ വണ്ടികൾക്ക് തന്നെ ഇവർ പെറ്റിയടിക്കുവാണ്. അല്ല, എനിക്ക് ഏറ്റവും കൂടുതലും ആക്ഷേപം തോന്നി, അല്ലെങ്കിൽ ഇവരെന്താണ് കാണിക്കുന്നത് എന്ന് ചോദ്യം മറ്റൊരു ചോദ്യം. ഈ ടൂറിസ്റ്റ് ബസ്സുകളിലൊക്കെ വെള്ള പെയിന്റ് അടിച്ചു കഴിഞ്ഞാൽ അപകടങ്ങൾ ഉണ്ടാവില്ല എന്ന് പറഞ്ഞ് വെള്ള പെയിന്റ് ഒരു ദിവസം കൊണ്ട്, നിങ്ങൾ വെള്ള പെയിന്റ് അടിച്ചില്ലെങ്കിൽ നിങ്ങളുടെ ബസ്സിന്റെ ലൈസൻസ് റദ്ദാക്കാൻ പോകുന്നു, എല്ലാം ബസ്സിന് നിറത്തിലിറക്കാൻ കഴിയില്ല എന്ന് പറഞ്ഞുകൊണ്ട് ബസ്സുകളെല്ലാം വെള്ള അടിക്കുന്നു. വെള്ള അടിച്ചു കഴിഞ്ഞിട്ട് ഒരു കൊല്ലം കഴിഞ്ഞിട്ട് 6 മാസം കഴിഞ്ഞിട്ട് പറയുകയാണ്, നിങ്ങൾക്ക് വേണമെങ്കിൽ കളർ അടിക്കാം, 2 ലക്ഷം രൂപ MVDക്ക് കെട്ടുവെക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ലിമിറ്റഡ് കളറുകളാ, ലിമിറ്റഡ് കളേഴ്സ് ആണിത്. രാഹുല 2021 അല്ല, ഞാൻ ഇപ്പോ പുറത്തേക്കൊക്കെ പോവുകയാണെങ്കിൽ മറ്റുള്ള ജില്ലകളിൽ നിന്ന് വരുന്ന ബസ്സുകൾ നമ്മൾ പരിശോധിച്ചു കഴിഞ്ഞാൽ ആ ബസ്സുകൾക്കെല്ലാം ഇതാ പറ്റും. ഇപ്പോ കേന്ദ്ര നിയമം എന്നൊക്കെ ഇവർ പറയുമല്ലോ, കേന്ദ്ര നിയമമൊന്നും അല്ല ഇത്. ആ ബസ്സുകൾക്ക് അത് പറ്റുമെങ്കിൽ കേരളത്തിലെ ബസ്സുകൾക്ക് എന്തുകൊണ്ട് പറ്റുന്നില്ല? അവിടെ കേരള നിയമവും കേന്ദ്ര നിയമവും എന്തുകൊണ്ട് വ്യത്യസ്തമാണ്? രാഹുൽ, ഈ സംഭവങ്ങൾ ആദ്യം തന്നെ കളർ കോഡ് കൊണ്ടിരുന്നത് പാവപ്പെട്ട പ്രൈവറ്റ് ബസ്സുകാരുടെ നെഞ്ചത്തേക്കാണ് ആദ്യം കളർ കോഡ് കൊണ്ടിരുന്നത്. ഇപ്പൊ എല്ലാ വണ്ടി യൂണിഫോം ഇട്ട പോലെ നീല, ഈ പറയുന്ന ലിമിറ്റഡ് സ്റ്റോപ്പ് വാഹനങ്ങളെല്ലാം ഒരു മെറൂൺ കളർ, അതുപോലെ തന്നെ സിറ്റി ബസ്സുകൾ പച്ച. മുൻപ് ഈ എറണാകുളം സിറ്റി അടക്കമുള്ള സിറ്റി ബസ്സുകൾ ചുവപ്പ് നിറമായിരുന്നു, ചുവപ്പ് വണ്ടി. കൊച്ചി ബസ് എന്നാണ് അത് അറിയപ്പെടുന്നത്. കൊച്ചി വന്ന ചുവപ്പ് വണ്ടികൾ, ബാക്കിയുള്ളതിന് ഇഷ്ടപ്പെട്ട നിറം. പല വർണ്ണങ്ങളിൽ റോഡിലൂടെ ചീറിപ്പായുന്ന ബസ്സുകൾ തന്നെ കാണുവാനായിട്ട് ഒക്കെ നൊസ്റ്റാൾജിക് ഓർമ്മകളാണ്. ഇന്നത്തെ പുതിയ തലമുറയ്ക്ക് അറിയുമെന്നറിയില്ല. നമ്മുടെയൊക്കെ ചെറുപ്പത്തിൽ ഒരു പുതിയ വണ്ടി വരുമ്പോൾ കൂട്ടുകാരുമായിട്ട് പറയാണ്, ആ വണ്ടി എൻ്റെയാ,
ഈ വണ്ടി നിന്റെയാ. കാരണം എന്താ അതിന്റെ കളറ്, ആ ഹോണ്, ഈ ഹോൺ കൊണ്ട് തന്നെ നിന്നുപോലുള്ള പ്രസ്ഥാനവും കൊല്ലത്ത് തന്നെയാണുള്ളത് കേട്ടോ. ഒരു ഹോൺ അടിച്ചതിന്റെ പേരിൽ KR എന്ന് പറയുന്ന ഒരു ബസ് പ്രസ്ഥാനം തന്നെ നിലച്ചു പോയിട്ടുണ്ട്. അത് വേറെ കാര്യം. അത് എയർ ഹോണുകൾ ഉപദ്രവം തന്നെയാണ്. അതല്ലാതെ കളറ് മാറ്റിയത് കൊണ്ട് എങ്ങനെ അപകടം മാറുമെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. 2021 ഈ പറയുന്ന സംഭവത്തിന് ആധാരമായിട്ടുള്ള മെയിൻ സംഭവം നടക്കുന്നത്. അന്ന് നമ്മുടെ ഇവിടെ നിന്ന് തിരുവാങ്കുളത്ത് നിന്ന് ഒരുപറ്റം വിദ്യാർത്ഥികൾ കോട്ടയം പാമ്പാടിയിലുള്ള ഒരു ലുമിനോസ് എന്ന് പറയുന്ന ബസ് വിളിച്ച് അവർ ടൂർ പോവുകയാണ്. ഈ പോകുന്ന വണ്ടി അതിവേഗത്തിലാണ് കുതിരാൻ ടണലിലൂടെ കടന്നു പോകുന്നത്. കുതിരാൻ ടണൽ കഴിഞ്ഞ് ഏകദേശം 3 കിലോമീറ്റർ കഴിഞ്ഞ് കഴിഞ്ഞാൽ പന്നിയങ്കര ടോളാണ്. ആ ടോൾ ഗേറ്റിലും വാഹനം അമിത വേഗത്തിൽ കടന്നു പോകുന്നു. അതിനുശേഷം ആ വണ്ടി വടക്കഞ്ചേരി ടൗൺ കഴിഞ്ഞിട്ട് അഞ്ചുമൂർത്തി മംഗലത്ത് വെച്ച്, വടക്കഞ്ചേരി ടൗൺ കഴിഞ്ഞ് ഏകദേശം 1/2 കിലോമീറ്റർ അഞ്ചുമൂർത്തി മംഗലത്ത് വെച്ച് സഡൻലി റോഡിന്റെ നടുക്ക് നിർത്തിയ ഒരു KSRTC ബസ്സിന്റെ പിന്നിൽ ഇടിച്ച് മുന്നോട്ട് പോയി മറിയുകയാണ്. KSRTC ബസ്സിലുണ്ടായിരുന്ന 3-4 ആളുകൾ മരണപ്പെടുന്നു. ഈ ബസ്സിലുണ്ടായിരുന്ന ഒരുപറ്റം വിദ്യാർത്ഥികൾ കൊല്ലപ്പെട്ടു. ഇത് ഭയങ്കര വിഷയമാകുന്നു. അതിന്റെ പിന്നിൽ 2 ഭാഗത്തും തെറ്റുണ്ട്. പക്ഷേ ക്രൂശിക്കപ്പെട്ടത് ഈ പറയുന്ന ടൂറിസ്റ്റ് വ്യവസായം മാത്രമാണ്. കളറുകൾ മാറ്റണമെന്നുള്ള രീതിയിൽ. അതിനുശേഷം പിന്നീടൊക്കെ സ്കൂൾ യൂണിഫോം പോലെ വെള്ളയിട്ട വാഹനങ്ങൾ. അന്ന് ഈ KSRTC ബസ്സിൽ ഉണ്ടായിരുന്ന ഒരു വ്യക്തി അന്ന് മൊഴി കൊടുത്തിരുന്നു. അയാൾ മുഖം കാണിക്കാനില്ലാതെ മൊഴി കൊടുത്തിരുന്നു. അയാൾ ഇറങ്ങുവാൻ വേണ്ടി ഈ KSRTC ബസ് നടു റോഡിൽ നിർത്തിയതാണ്. ഈ അപകടത്തിൽപ്പെട്ട KSRTC ബസ്സിന്, ഈ കോയമ്പത്തൂർ പോകുന്ന KSRTC ബസ്, കൊട്ടാരക്കര നിന്ന് കോയമ്പത്തൂർ പോകുന്ന വാഹനമാണത്. ആ വാഹനത്തിന് ബ്രേക്ക് ലൈറ്റുകൾ പ്രോപ്പറായി വർക്ക് ചെയ്തിരുന്നില്ല എന്നുള്ളത് ഒരു നടുക്കുന്ന സത്യമാണ്. ഈ ആക്സിഡന്റ് നടക്കുന്ന സമയത്ത് ഞാൻ ഈ അഞ്ചുമൂർത്തി മംഗലത്ത് തന്നെയുള്ള വടക്കേത്തറ എന്ന് പറയുന്ന സ്ഥലത്താണ് താമസിക്കുന്നത്. ഈ ആക്സിഡന്റ് നടന്നിടത്തുനിന്ന് വെറും 250 മീറ്റർ ദൂരത്തിൽ ഈ അപകടം നടന്ന തൊട്ടടുത്ത നിമിഷം ആ സ്ഥലത്തേക്ക് ഓടിയെത്തിയവരുടെ കൂട്ടത്തിൽ ഉണ്ടായിരുന്നൊരു വ്യക്തിയാണ് ഞാൻ. അവിടുത്തെ ദൃശ്യങ്ങൾ ഞാൻ കണ്ടതാണ്. ഈ പറയുന്ന KSRTC ബസ് നിർത്തിയിട്ടിരുന്നത് എവിടെയാണെന്നുള്ളത് ഇപ്പോഴും എൻ്റെ കയ്യിൽ ആ വിഷ്വൽസ് കിടപ്പുണ്ട്. എൻ്റെ ഫോണിൽ ഇപ്പോഴും ആ വിഷ്വൽ ഉണ്ട്. അതിൽ ആ KSRTC ബസ് എവിടെയാണ് നിൽക്കുന്നതെന്നും ആ ആക്സിഡന്റ് എങ്ങനെ ഉണ്ടായി എന്നതും നമുക്ക് മനസ്സിലാക്കാവുന്ന കാര്യമാണ്. ഡ്രൈവർ ഓവർ സ്പീഡ്, ആ ഡ്രൈവർ മരണപ്പെട്ടു പോയി. ഈ KSRTC ബസ് ഓടിച്ചിരുന്ന ഡ്രൈവർ ഈയിടെ അദ്ദേഹത്തിന് കരൾ സംബന്ധമായ അസുഖത്തെ തുടർന്ന് അദ്ദേഹം മരണപ്പെട്ടു. ആക്സിഡന്റിലല്ല മരണപ്പെട്ടത്, കരൾ സംബന്ധമായ അസുഖത്തെ തുടർന്ന്. പക്ഷേ ഞാൻ പറഞ്ഞത് ഈ 2 ഭാഗത്ത് തെറ്റെന്നിരിക്കെ ഒരിടത്ത് മാത്രം ക്രൂശിക്കപ്പെടുന്നു. ഈ കേരളത്തിൽ ഏറ്റവും കൂടുതൽ ആക്സിഡന്റ് ഉണ്ടാക്കുന്ന ബസ്സുകളുടെ ലിസ്റ്റ് എടുത്തു കഴിഞ്ഞാൽ അത് KSRTC ഉടമസ്ഥയുള്ള സ്വിഫ്റ്റ് ബസ്സുകളാണ്, KSRTC ബസ്സുകളാണ്. പാസ് ലൈറ്റ് ഇട്ട് കഴിഞ്ഞാൽ റോഡിന്റെ വീതി കൂടുമെന്ന് വിചാരിച്ച് വണ്ടി ഓടിക്കുന്ന കുറെ വൃത്തികളുടെ ഡ്രൈവർമാരുള്ള ഒരു പ്രസ്ഥാനമാണ് ഈ പറയുന്ന KSRTC. വലിച്ചു വീശി കയറി വന്ന് പാസേജ് ഇട്ട് വരുവാണ്. പാസേജ് ഇട്ടാൽ എൻ്റെ പൊന്നു മാമന്മാരെ റോഡിന്റെ വീതി കൂടില്ല, നമുക്ക് ഒതുക്കാനുള്ള ഇട വേണം. പാസ് ഇട്ടാൽ എന്ത് വാങ്ങാമെന്നുള്ള വിചാരത്തിൽ ഓടിക്കുന്ന KSRTC ഡ്രൈവർമാർ മോഡിഫിക്കേഷൻ എന്ന പേരിൽ പാവപ്പെട്ട പ്രൈവറ്റ് വ്യവസായികളുടെ നെഞ്ചത്തോട്ട് കയറുന്നു. ഇത് ആദ്യം ചെയ്യേണ്ടത് ആരാണ്? ഈ കാറുകാരുടെ തലയിലോട്ടാണോ ആദ്യം കയറേണ്ടത്? ഇത് വിൽക്കുന്ന കമ്പനികളെ ആദ്യമല്ലേ നിരോധിക്കേണ്ടത്? അതിനപ്പുറത്തേക്ക് നമ്മൾ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം എന്ന് പറയുന്നത് പോക്കറ്റ് അടിക്കുന്ന ആളുകളായിട്ട് ഇവിടുത്തെ കേരളത്തിലെ MVD വകുപ്പ് തീർച്ചയായിട്ടും. കാരണം പോക്കറ്റ് അടിക്കുന്നതെന്ന് മാത്രമല്ല, ഇവന്മാർക്ക് ഒരു മര്യാദയില്ലാത്തൊരു പരിപാടിയാണ്. ഈ കാക്കി ഇട്ട് കഴിഞ്ഞാൽ ആരുടെ മേഘത്ത് കൈവയ്ക്കുക എന്നുള്ളൊരു വൃത്തികെട്ട വിചാരമാണ്. ഈ ചെക്കിങ് സമയത്ത്, ഒന്നാമത്തെ കാര്യം, ഈ ചെക്കിങ് സമയത്ത് വണ്ടി നിർത്തണമെന്ന് യാതൊരു നിയമങ്ങളും ഇല്ല. വണ്ടി തടഞ്ഞു നിർത്തി ചെക്ക് ചെയ്യുന്ന നിയമങ്ങളൊക്കെ പോയതാണ്. ആ ഒരു രീതിയൊക്കെ പോയി. അപ്പോൾ ഫോട്ടോ എടുത്ത്, ഇവർക്ക് ഹൈ ഫെസിലിറ്റി ക്യാമറകളുണ്ട്. ആ ഫോട്ടോ എടുത്തു കഴിഞ്ഞാൽ ആ വാഹന ഓണറുടെ ഫുൾ ഡീറ്റെയിൽ ആ നമ്പർ കൊടുത്തു കഴിഞ്ഞാൽ കിട്ടും, വിത്ത് ഫോൺ നമ്പർ. ഈ ചെല്ലാൻ അങ്ങ് അയച്ചു കൊടുത്താൽ മതി. അത് അടച്ചില്ലെന്നുണ്ടെങ്കിൽ കോടതി വഴിയാണ് നിയമം. ഈ പിടിച്ചു നിർത്തി തല്ലാൻ ആരാണ് നിയമം കൊടുത്തിട്ടുള്ളത്? അതുപോലെ തന്നെ ഗ്യാരേജിൽ കയറ്റിയിട്ടിരിക്കുന്ന വണ്ടിക്ക് ഗ്യാരേജിൽ വന്ന് പെറ്റിയടിക്കുക, ഗ്യാരേജിനുള്ളിൽ കയറി പെറ്റിയടിക്കുക. ഇങ്ങനെ കുറേ സംഭവങ്ങളുണ്ട്. ഒന്നാമത്തെ കാര്യം എന്താണെന്ന് വെച്ചാൽ, നമ്മുടെ KV ഗണേഷ് കുമാറാണ് ഗതാഗത വകുപ്പ് മന്ത്രി. അയാൾ വന്നങ്ങ് തള്ളും, ഞാൻ ഇങ്ങനെ ചെയ്യും അങ്ങനെ ചെയ്യും. ഇത് കഴിഞ്ഞിട്ട് ഇയാൾ തന്നെ അതേ തൊട്ടടുത്ത ദിവസം തന്നെ ഇയാൾ തന്നെ വാക്ക് മാറ്റി പറയും. ശരിക്കും പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ പച്ച മലയാളത്തിൽ പറയുന്നൊരു വാക്കുണ്ട്, ഡബിൾ ഡാഡി സിൻഡ്രോം ബാധിച്ചിട്ടുള്ള ഒരു മന്ത്രിയാണ് ഗതാഗത വകുപ്പിന്റെ തലപ്പത്തിരിക്കുന്നത്. മുൻപ് ആന്റണി രാജു, അയാളാണ് ഈ വെള്ള നിയമം കൊണ്ടുവന്നത്. അതിനുശേഷം ഈ വെള്ള നിയമം മാറ്റും, വാഹനങ്ങൾ കളർഫുള്ളായിട്ട് പോകട്ടെ എന്ന് പറഞ്ഞിട്ട് ഒരു തള്ളിയിട്ടാണ് ഈ ഗണേഷ് കുമാറും കയറി വന്നിട്ടുള്ളത്. അതിനുശേഷമാണ് ഈ 2.5 ലക്ഷം രൂപ ഉണ്ടാക്കുകയാണെന്നുണ്ടെങ്കിൽ ഞങ്ങൾ അങ്ങ് കളർ പൂശി തന്നേക്കാം. ഒരു വണ്ടി ഇറക്കുവാനായിട്ട് ഏകദേശം 10-30 ലക്ഷം രൂപ 40 ലക്ഷം രൂപ മുടക്കി വേണം ഒരു ടൂറിസ്റ്റ് ബസ് ഇറക്കുവാനായിട്ട്. ഇതേ ബസ് വ്യവസായത്തിൽ നിന്ന് തന്നെ വന്നിട്ടുള്ള, ബസ് വ്യവസായം ഉണ്ടായിരുന്ന ഒരു കുടുംബത്തിൽ നിന്ന് വന്നിട്ടുള്ളവരാണ് ഞാൻ. എനിക്ക് ഇതിന്റെ ബുദ്ധിമുട്ടുകൾ എങ്ങനെയാണെന്നുള്ളത് അറിയാം. അതും പ്രൈവറ്റ് റൂട്ട് ഉണ്ടായിരുന്നതാണ്. ഇത് ഈ പറയുന്ന ടൂറിസ്റ്റ് ബസ്സുകൾക്ക് പുതിയൊരു ചേസ് ഇറക്കി. ഈ ചേസ് ഇവിടെ ഒന്നും ബോഡി കെട്ടാൻ പറ്റില്ല. ഇത് കൊണ്ടുപോകേണ്ടത് ഈ പറയുന്ന ബാംഗ്ലൂരുള്ള, കർണാടകയുള്ള പഴയ കണ്ണപ്പ, ഇപ്പോഴത്തെ പ്രകാശിലേക്കാണ്, പ്രകാശ് ബോഡി ബിൽഡേഴ്സിലേക്കാണ് ഈ സംഭവത്തെ കൊണ്ടുപോകുന്നത്. ഇത് കൊണ്ടുപോകുന്നതിനിടയ്ക്ക് ഈ പറയുന്ന അതിർത്തികളിലും ടോൾ ഗേറ്റുകളിലും അടയ്ക്കുന്ന പണം, കേരള വണ്ടിയാണെന്ന്, ഒരു മാല കണ്ടു കഴിഞ്ഞാൽ അത് കേരള വണ്ടിയാണെന്ന് ഇവർക്കറിയാം. TP പെർമിറ്റ്, ഈ പറയുന്ന സകല ചെക്കിംഗ് പോയിന്റുകളിൽ അവിടെ നിൽക്കുന്ന ഏമാമാർക്ക് കാശ്.
ഈ പറയുന്ന വണ്ടിക്കുള്ള ഡീസൽ, ചെറിയ ഡീസലിലാണോ ഇത് ഓടുന്നത്? അല്ല, ഇടയ്ക്ക് വെച്ച് എനിക്ക് തോന്നുന്നു തമിഴ്നാട്ടിലെ MVDയും കേരളത്തിലെ MVDയും കൂടെ കൊമ്പ് കോർത്തിരുന്നു സാഹചര്യം നമ്മൾ കണ്ടതാണ്. ഇപ്പോ കേരളത്തിൽ നിന്നും അവിടേക്ക് ആളുകൾ വരുന്നുണ്ട്. ഇവിടുന്ന് വരുന്ന ആളുകൾക്ക് പെറ്റിയടിക്കാനാണ് നിങ്ങളുടെ ഉദ്ദേശമെങ്കിൽ ഞങ്ങളും അത് തുടരുമെന്ന് പറയുന്ന ഒരു സാഹചര്യമുണ്ട്. അപ്പൊ അങ്ങോട്ടും എപ്പോഴെങ്കിലും കുമളി കടന്നു പോയിട്ടുണ്ടോ? എങ്ങോട്ടെങ്കിലും കുമളി പാസ് ചെയ്തിട്ട്? ഇല്ല. കുമളി പാസ് ചെയ്തിട്ട് പോകുമ്പോൾ ഞാൻ കോട്ടയംകാരൻ, അറിയാമല്ലോ. കോട്ടയം കഴിഞ്ഞാൽ പിന്നെ ഞങ്ങൾക്ക് അവിടുന്ന് മുണ്ടക്കയം കയറി കഴിഞ്ഞാൽ പിന്നെ കുമളി ബോർഡറാണ്. പെരുവന്താനം കഴിഞ്ഞ് കഴിഞ്ഞാൽ കുമളി ബോർഡറാണ്. കുമളി ചെക്ക് പോസ്റ്റ് ഒരു സൈഡ് കേരള പോലീസ്, മറു സൈഡ് ഈ പറയുന്ന തമിഴ്നാട് പോലീസിൻ്റെയാണ്. കുമളി ബോർഡർ കഴിഞ്ഞ് ചെക്ക് പോസ്റ്റ് കയറി നമ്മൾ അകത്തോട്ട് കയറി കഴിഞ്ഞാൽ ഓരോ 2 കിലോമീറ്ററിലും കൈ കാണിക്കാൻ വേണ്ടി പോലീസുകാരടക്കം നിൽക്കുകയാണ്. 10 രൂപ വരെയാണ്. ഈ ടൂറിസ്റ്റ് ബസ് ആണെന്നുണ്ടെങ്കിൽ അതിന് പൈസ കൂടുവാണ്. ഈ അതിർത്തി കടന്നു കഴിയുമ്പോഴേക്കും നമ്മൾ അവിടുന്ന് ഒരു പെർമിറ്റ് എടുത്തിട്ട് വേണം പോകാനായിട്ട്. ഒരു എക്സ്ട്രാ പെർമിറ്റ് വേണം. നമുക്ക് പെർമിറ്റ് ഉണ്ട്, പക്ഷെ എങ്കിലും ഒരു എക്സ്ട്രാ പെർമിറ്റ് എടുത്ത് വേണം തമിഴ്നാട്ടിലേക്ക് കയറുവാനായിട്ട്. ഈ പെർമിറ്റ് എടുക്കുന്ന പൈസ കഴിഞ്ഞിട്ട് ഓരോ പോയിന്റുകളിലുമുള്ള ഇവരുടെ ചെക്കിംഗ് പോയിന്റുകളിൽ കൊടുക്കേണ്ട കാശ്, ഇതെല്ലാം കഴിഞ്ഞിട്ട് ഈ പറയുന്ന ഒരു ഓണർക്ക് കിട്ടുന്ന തുച്ഛമായ തുകയാണ്. പിന്നെയും അന്തസ്സിന്റെയും അഭിമാനത്തിന്റെയും പേര് പ്രസ്ഥാനം ഓടിച്ചുകൊണ്ട് പോകുന്നവരാണ് ഇവിടുത്തെ ഓരോ ബസ് മുതലാളിമാരും. അങ്ങനെ അഭിമാനത്തിന്റെ പുറത്ത് പ്രസ്ഥാനം ഓടിച്ചുകൊണ്ട് നോക്കുവാനായിട്ട് പോയിട്ട് നല്ല രീതിക്ക് പണം നഷ്ടപ്പെട്ടൊരു കുടുംബത്തിൽ നിന്നുള്ളവരാണ് ഈ പറയുന്ന ഞാൻ. ബസ് വ്യവസായത്തിനപ്പുറത്തേക്ക് എനിക്ക് തോന്നുന്നു ഇന്നത്തെ യുവാക്കളെല്ലാം ആവേശത്തിലാണ്. ഞാൻ ഇന്ന് സോഷ്യൽ മീഡിയ തുറന്നു നോക്കുന്ന സാഹചര്യത്തിൽ നിറയെ പോസ്റ്റുകളാണ് ഇതുമായി ബന്ധപ്പെട്ട്. എല്ലാവരും ഇപ്പൊ വിക്കിത്തയ്ക്ക് വരെ വീഡിയോ ചെയ്തിട്ടുണ്ട്. അപ്പോ എല്ലാവരും ആവേശത്തിലാണ് ഈ സാധനം. കേരളത്തിലെ യുവാക്കൾ മുഴുവൻ അവർ മറ്റു ലോകത്തിലേക്ക് പോയി എന്ന് വേണമെങ്കിൽ പറയാം. എന്താണെങ്കിലും നമുക്ക് നോക്കി കാണാം, ഇത് വോട്ട് ഷെയറിൽ ഇത് വലിയ ഇമ്പാക്ട് ഉണ്ടാക്കും. അത് 1% ആളുകളുണ്ട്. ഇപ്പൊ ഈ ബസ്സിനെ സ്നേഹിക്കുന്നവർ അല്ലെങ്കിൽ വണ്ടിയെ സ്നേഹിക്കുന്ന ഒരു വിഭാഗം ആളുകളുണ്ട്. അവരുടെ മനസ്സ് മടുത്തിരിക്കുകയാണ്. വെളിയിലേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ 500,000, 50,000, 1 ലക്ഷം വാങ്ങിക്കാൻ വേണ്ടി നിൽക്കുന്ന മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെന്റ് ഇവരുടെ ദുരിതത്തിൽപ്പെട്ട് അലയുന്ന ഒരുപാട് മനുഷ്യർ. ഇപ്പോ റൈഡർമാരൊക്കെ ഒരുപാടുള്ള കാലഘട്ടമാണ്. ഈ സമയത്ത് അവരെ പിഴിയാൻ വേണ്ടി അപ്പുറം ഇപ്പുറം എല്ലാം റൈഡർമാർ എന്തൊരു രാവിലെ നമ്മൾ നമ്മുടെ വീട്ടിലേക്ക് പോകുമ്പോഴേക്കും നമ്മൾ എന്തുകൊണ്ടാണ് ഈ രാത്രി സമയങ്ങളിൽ വണ്ടി എടുത്തിട്ട് വീട്ടിലേക്ക് പോകുന്നത്? പകൽ നമുക്ക് പോകാൻ പറ്റില്ലാത്തതുകൊണ്ടാണോ? ഇവന്മാരെ പേടിച്ചിട്ട് തന്നെയാണ്. നമ്മുടെ കേരളത്തിലെ MVD ട്രോളി എത്ര വീടുകൾ വന്നിട്ടുണ്ട്. ഓടിക്കൊണ്ടിരിക്കുന്ന ബൈക്കിൽ ഒരു കാക്ക തൂറിയിട്ട് കഴിഞ്ഞാൽ കാക്ക തൂറിയ മോഡിഫിക്കേഷൻ ആണ് എന്ന് പറഞ്ഞ് പെറ്റി അടിക്കുക എന്ന് പറയുന്ന രീതിയിലുള്ള ഒരു വണ്ടിക്ക് നല്ല വണ്ടി കൊണ്ടു നടക്കുന്നവർക്ക് ഒരു പോറൽ വന്നു കഴിഞ്ഞാൽ അത് ഭയങ്കര മാനസിക ബുദ്ധിമുട്ടാണ്. വണ്ടിയെ സ്നേഹിക്കുന്നവർക്ക് രാഹുലിന് അറിയാലോ. എന്റെ വണ്ടിക്ക് ഒരു ചെറിയൊരു പോറൽ വന്നു കഴിഞ്ഞാൽ അന്നത്തെ ദിവസം ഞാൻ ഒരുമാതിരി വിരളി പിടിച്ച പോലെ നടക്കുന്ന രാഹുലിനെ കാണുന്നതാണ്. ചോദിച്ചിട്ടുണ്ട്, ചേട്ടാ അതൊരു വണ്ടിയല്ലേ? പക്ഷെ ആ വണ്ടി എന്ന് പറയുന്നത് ഇന്നത്തെ യുവാക്കൾക്ക് പലർക്കും അതൊരു വികാരം തന്നെയാണ്. അവരുടെ വാഹനങ്ങൾ, പ്രത്യേകിച്ച് എന്നെ പോലൊരു വണ്ടിപ്പേരാൻ നടക്കുന്ന പറയാം, വണ്ടിക്ക് ചെറിയ പ്രശ്നം വന്നു കഴിഞ്ഞാൽ അത് ബുദ്ധിമുട്ടാണ്. പെയിന്റ് അടിക്കാൻ കാശില്ലാത്തപ്പോൾ സ്റ്റിക്കർ ഒട്ടിക്കും. എന്താണെങ്കിലും ഈ തെരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ നമുക്കറിയാം എങ്ങനെയാണ് ഇതെല്ലാം UDF അനുകൂലമായിട്ട് വരാൻ പോകുന്നതെന്ന്.